ലൂക്കായുടെ സുവിശേഷത്തിലൂടെ 14-ാം അധ്യായത്തിൽ വിളിക്കപ്പെടാതെ പറഞ്ഞെങ്കിൽ സദ്യക്ക് വിളിച്ചു. എവിടെ വായിക്കണം? 14-15-21 വരെ. അവരോട് കൂടി ഭക്ഷണത്തിലിരുന്നവൻ ഒരുവൻ ഇത് കേട്ടിട്ട് അവരോട് പറഞ്ഞു, ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, ഒരുവൻ ഒരിക്കലും ഒരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷണിക്കുകയും ചെയ്തു. അഷ്ടംപോലെ ക്ഷണിച്ചു, വളരെ പേരെ. സദ്യക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു, വരുവിൻ, എല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു. എന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ മറ്റൊരുവൻ പറഞ്ഞു, ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ചു നോക്കാൻ പോകുന്നു. എനിക്ക് ഒഴിവ് തരണം എന്ന് അപേക്ഷിക്കുന്നു. ഒഴിവ് കാരണം അയാൾക്ക് പോണവിടെ ഇവിടെ വന്ന് മരുന്ന് കേൾക്കും. അത് 300 വേണമെന്നൊക്കെ കൊടുക്കുന്നത് അതൊന്നും കിട്ടിയില്ല, ഇഷ്ടമുണ്ടായില്ല. മൂന്നാമതൊരുവൻ പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞതേ ഉള്ളൂ. തിരിച്ചു. അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. അത് വരികയില്ല. കാരണം അയാൾക്ക് അതൊരു മാനവത്വം ഒന്നാണ്. ഉൽപ്പത്തി 2-ാം അധ്യായത്തില് 5 മുതലുള്ള വേണം ഒന്ന് വായിച്ചത്. ദൈവമായ കർത്താവ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച നാളിൽ ഭൂമിയിൽ പുല്ലോ ചെടിയോ മുളച്ചിരുന്നില്ല. കാരണം അവിടുന്ന് ഭൂമിയിൽ മഴ പെയ്ച്ചിരുന്നില്ല, കൃഷി ചെയ്യാൻ മനുഷ്യരുണ്ടായിരുന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്ന് ഒരു മൂടൽ മഞ്ഞ് ഉയർന്ന് ഭൂതലമെല്ലാം നനച്ചു. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാഗ്യങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. അവിടുന്ന് കിഴക്ക് ഏതെങ്കിലും തോട്ടമുണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. അപ്പം മനുഷ്യൻ എവിടെ നിന്നാ ഉണ്ടായത്? ഭൂമിയിൽ നിന്നത് ജീവൻ ശ്വാസം പശുത്താക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാണത്. ഇതാണ് 81-2 തരംഗമുണ്ടായിരുന്നു. തരംഗങ്ങൾ, വെള്ളത്തിന്റെ മീതെ തരംഗം, വെള്ളത്തിന്റെ മീതെ തരംഗം പോയിരുന്നു. അതാണ് ദൈവചൈതന്യം ചലിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പം ഈ ശ്വാസം യോഹന്നാൻ സുവിശേഷം 20:19-22 വരെ വനത്തിലാണ് ജീസസിന്റെ ശിഷ്യന്മാർക്ക് ജീസസ് ഹോളി സ്പിരിറ്റ് അതങ്ങോട്ട് കൊടുത്തപ്പോൾ അവർ ഭക്ഷിക്കാരികളാണ്. ഇതിലുള്ള കൃപയാണ് നമ്മൾ ഉപയോഗിക്കുന്ന 2 യേശുവിന്റെ നാമം ചോദിച്ചു. അപ്പൊ ഇപ്പുറത്ത് കൊടുക്കുമ്പോൾ ഇതിനെ താരങ്ങളാണ്. ഞാൻ ഒരിക്കൽ ഷാജിയുള്ളതിനെ പ്രയോഗിച്ചത് ഒരു 3-4 വെളുപ്പുമാരുണ്ട്. ഷാജി തിയോളജി പഠിക്കാൻ പോയി. തിയോളജി പഠിച്ചിട്ട് വന്നപ്പോ എന്തായി? അതാണ് ഈ പ്രശ്നം. എല്ലാം പോകും. തിയോളജി ഇതായിട്ട് അനേക വിശുദ്ധരുണ്ടായിരുന്നു. അത് പഠിക്കുമ്പോൾ അത് വഴി പിന്നെ ഈശോയുടെ ബന്ധനമാണത്. ഈശോയുമായിട്ട് അറിയുകയാണ്. പിന്നെ ബുദ്ധിയാണ് കാണുന്ന ഈശോയെ, ജീസസിന് ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അവരുടെ പ്രസംഗങ്ങളെല്ലാം പ്രബോധനത്തിലാണ്. എല്ലാം പ്രബോധനത്തിൽ വരും. 1 തിമോത്തി 6:3-5 വർഷത്തിൽ അവർ വരും. പ്രബോധനരാൽ തുനിയും. അതുകൊണ്ടാണ് യാക്കോബ് 1:1 പറയുന്നത് എല്ലാവരും പ്രബോധനരാൽ തുനിയല്ലേ കടുത്ത ശിക്ഷ വരും. പറയുന്നത് അത് ഈ 2-ാം 30 വയസ്സിലാണ് നമ്മള്. അതിന്റെ 32:24 വായിച്ചു. 21 മുതൽ 26 വരെ. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഗാഠനിദ്രയിലാഴ്ത്തി ഉറങ്ങിക്കിടന്ന അവന്റെ വിടം മാംസം കൊണ്ട് മൂടി മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയെന്നുകൊണ്ട് അവിടുന്ന് സ്ത്രീക്ക് രൂപം കൊടുത്തു അവളെ അവന്റെ മുമ്പിൽ കൊണ്ടുവന്നു. അപ്പോൾ അവൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും നരനിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് നാരി എന്ന് ഇവൾ വിളിക്കപ്പെടും. അതിനാൽ
പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയില്ല. ഗാഠനിദ്രയിലാക്കി പുരുഷന് എന്നിട്ടാണ് ബലങ്ങൾ സമ്മതിക്കുക. കാരണം അവൻ അറിയാതെ തന്നെയാണ് അവന്റെ ഭാര്യയിൽ നിന്ന് എടുക്കുകയാണ്. ഒറ്റ ഭാര്യയിൽ നിന്ന് എടുത്തത് കേട്ടോ, ഒന്നെന്നെ പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ മാംസം വെച്ച് മതി. അപ്പോ ഭാര്യ ആരാണ്? പുരുഷന്റെ ഒന്ന് തന്നെ. ഭാര്യ ഭർത്താവ് ഒന്ന്, രണ്ടല്ല. ഭാര്യയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഭർത്താവ് തലയെ പറ്റി. അപ്പൊ ഭാര്യയിൽ ശരിക്കുള്ള ഭാര്യയില്ല. ദൈവം അതറിഞ്ഞ് ഗാഠനിദ്രയിലാക്കിയില്ലെങ്കിൽ അവൻ സമ്മതിക്കരുത്. അദ്ദേഹത്തോട് തർക്കിക്കും, വേണ്ടെന്ന് പറയും. എന്റെ ഉദ്ദേശത്തിന് വേണം എനിക്ക് ഭാര്യ അതുപോലെ. കാരണം ബുദ്ധിയാണ്. അതുകൊണ്ട് ദൈവം ഗാഠനിദ്രയിലാക്കുന്നല്ലോ. എന്നിട്ട് അവന്റെ ഭാര്യയിൽ നിന്നെടുത്തിട്ട് മാംസം നിറച്ചിട്ട് കൊടുക്കുകയാണ്. ഇതാണ് ഭാര്യ ഭർത്താവ് ഒന്നാണെന്ന് ഉൽപ്പത്തി 2:24 പറഞ്ഞത്. ഇതാണ് എവിടെ കാണാം. ഈശോയോട് പറഞ്ഞു മത്തായി 19:3-6 വനത്തില് ഭാര്യയും ഭർത്താവും വായിച്ചിട്ട് ഇതാണ് ഉപവാസത്തിന് വായിക്കുന്ന കേട്ടുവാണെന്ന്. മനുഷ്യൻ പരിസരം അടുത്തുനിന്ന് പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണവശാൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായിരിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇതുകൊണ്ടാണ് ഭാര്യ ഭർത്താവ് രണ്ടല്ല ഒന്നാണെന്ന് ഉൽപ്പത്തി 2:24-25-26 25-26 പറയുന്നത് എന്താണ്? ഉൽപ്പത്തി 2:25. അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമായി തീരും. പുരുഷനും അവന്റെ ഭാര്യയും നഗ്നരായിരുന്നു, എങ്കിലും അവർക്ക് ലജ്ജ തോന്നിയിരുന്നില്ല. ഭാര്യയും ഭർത്താവും വൺ. അതുകൊണ്ടല്ല ലജ്ജയില്ലാത്തത്. വൺ ബോഡിയാണ്. ഇത് രാജ്യ രഹസ്യമാണ്. ഇതാണ് ഈശോ പറഞ്ഞത്. ഭാര്യയും ഭർത്താവും സ്വന്തം പിതാവിനെ എല്ലാം വിട്ട് ഒന്നായി കിട്ടും. അത് ഒരേ ശരീരം പോലെയാണ്. ഒരേ ദൈവം അത് കാണിച്ചതാണ്. അതുകൊണ്ടാണ് ദൈവം ഭാര്യയിൽ നിന്ന് തന്നെ എടുത്തത്. ഇതുകൊണ്ടാണ് നാം പ്രഭാഷകൻ പുസ്തകം 34-14 വനത്തില് ദൈവഭക്തി ഉള്ളവർക്ക് ഒന്നായിട്ട് വരുന്നത് ഭാര്യ ഭർത്താവും. ആ കൃപ വന്നാല് കർത്താവിനെ ഭയപ്പെടുന്നവൻ അധീരനാവുകയോ വീര്യത പ്രകടിപ്പിക്കുകയോ ഇല്ല. അവിടുന്നാണ് അവന്റെ പ്രത്യാശ. ദൈവഭക്തന്റെ ആത്മാവ് അനുഗ്രഹീതമാണ്. തന്റെ ആശ്രയം അവൻ അറിയുന്നു. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും ചുടുകാറ്റ് അഭയകേന്ദ്രവും വലിയ തണലും ഇടനാതിരിക്കാൻ സംരക്ഷണവും വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. അവിടുന്ന് ആത്മാവിനെ ഉത്തേജിപ്പിച്ച് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. അവിടുന്ന് സൗഖ്യവും ജീവനും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി പങ്കിടമാണ്. നിയമനിഷേധകന്റെ കാഴ്ചകൾ സ്വീകാര്യമല്ല. ദൈവഭക്തിയില്ലാത്തവന്റെ ബലികളിൽ അത്യുന്നതൻ പ്രസാദിക്കുന്നില്ല. അവൻ എത്ര ബലി അർപ്പിച്ചാലും അവിടുന്ന് പ്രസാദിക്കുകയോ പാപമോചനം നൽകുകയോ ഇല്ല. ദരിദ്രന്റെ സമ്പത്ത് തട്ടിയെടുത്ത് ബലിയർപ്പിക്കുന്നവൻ പിതാവിന്റെ മുന്നിൽ വെച്ച് പുത്രനെ കൊല്ലുന്നവനെ പോലെയാണ്. പ്രഭാഷകൻ പുസ്തകത്തിൽ 26-1-4 വരെയുള്ള മനസ്സില് ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ഈ ദാനം കിട്ടണമെങ്കിൽ ദൈവത്തിൽ ഉണ്ടാക്കണം. ദൈവത്തിലേക്ക് മാത്രം ഉത്തമയായ ഭാര്യ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയത്. അതുകൊണ്ടാണ് അടിപൊളിയൊക്കെ നടക്കുന്നത്. ദൈവത്തിൽ വരുമ്പോൾ ഉത്തമമായ ഭാര്യ കിട്ടും. അതല്ലേ? ഇതാണ് ഞാൻ കാണുന്നത്. വേണ്ട സുഭാഷിതങ്ങള് 18-ാം അധ്യായത്തിൽ 22-ാം വാക്യത്തില് ഉത്തമയായ ഭാര്യയെ കണ്ടുകൊള്ളുന്നവൻ ഭാഗ്യവാൻ, അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. അല്ല, അത് കർത്താവിന്റെ അനുഗ്രഹമാണ്. ഈ കർത്താവിന്റെ അനുഗ്രഹം പറഞ്ഞത്
ദൈവഭക്തി വേണം. ദൈവഭക്തിയുള്ളവർക്ക് ആ ഉത്തമമായ ഭാര്യയെ കൊടുക്കുള്ളൂ. ഭാര്യയും ഭർത്താവും രണ്ടാണോ? അല്ല. ഇതാണ് മിസ്റ്റർ പൗലോസ് എഫെസസ് 5:22-33 വലിയ വചനമാണ്. ഒരു കുടുംബത്തിന് ഏറ്റവും പറ്റിയ വചനമാണ് മിസ്റ്റർ പൗലോസ് കൂടി തന്നിരിക്കുന്നത്. ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കും. കാര്യം എന്താണ്? അവന്റെ വാരിയിൽ നിന്നെടുത്തിട്ട് അവന്റെ മാംസം വെച്ചിട്ട് ദൈവം സൃഷ്ടിച്ചതാണ്. അതുകൊണ്ടാണ് മിസ്റ്റർ പൗലോസ് വീണ്ടും പറയുന്നത് 1 കൊരിന്ത്യർ 11:7-12 എന്നാൽ ക്രിസ്തു എന്ന ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ഭർത്താവിന്റെ ശിരസ്സാരാണ് യേശുവിന്റെ ദൈവം. പിതാവ്, പുത്രൻ, ഭർത്താവ്, ഭാര്യ എല്ലാം ഒന്നാണ്. യോഹന്നാൻ 14:23 കൽപ്പന പഠിച്ച് എന്നെ സ്നേഹിച്ചാൽ ഞാൻ എന്റെ പിതാവ് പലപ്പോഴും കൂടിയ ഭാര്യ ഭർത്താവ് എല്ലാം ഒന്നാണ്. ഭാര്യ തല ഭർത്താവ്, ഭർത്താവിന്റെ തല ഈശോ. സഭ ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. അപ്പൊ വിധേയരാണോ? എല്ലാ കാര്യത്തിലും വിധേയമാണ്. സകല വിധേയത്വ ബന്ധത്തിന് ചോയ്സ് വേണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവരെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശദീകരിക്കുന്നത് ജനങ്ങൾക്ക് കഴുകി വചനത്താൽ നന്മയുള്ളതാക്കി. ഇത് അവനെ കളയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കേണ്ടവരും അവൻ കളങ്കരഹിതരും പരിശുദ്ധരുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ എന്നവരെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ തന്നവരെ അവനവരെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും കൊണ്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. വാചനം കേട്ടാൽ മാത്രമേ ഈ അവസ്ഥയിലോട്ട് വരുള്ളൂ. വാചനമില്ലാത്തതുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും രണ്ടായിട്ട് പോകുന്നത്. വചനം വരുമ്പോഴാണ് അവരെ ഏകതയിലോട്ട് കൊണ്ടുവരുന്നത്, ഒന്നാക്കി കൊണ്ടുവരുന്നത്. വചനം എത്ര കൂടുതൽ ഭാര്യമാരെ കേൾക്കുന്നു, ഭർത്താക്കന്മാർക്ക് കേൾക്കുന്നു, അവർ അടുത്തിൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് എഫെസസ് 2:18-19 ദൈവത്തിന്റെ ആത്മാവിന്റെ ഏകം വായിച്ചതാണ്. അതിനാൽ അവരുടെ ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നു. ഒരേ ആത്മാവിൽ ഇരുകൂട്ടർക്കും ഭാര്യ ഭർത്താവും പിതാവായി ദൈവത്തിന് അടുക്കാൻ സാധിക്കുന്നു. ആത്മാവാണ് ദൈവം അന്വേഷിക്കുന്ന യാക്കോബ് 4:5. ഭാര്യ ഭർത്താവിന് വിധേയത്വം ഉണ്ടായ തീരും. ഇല്ലെങ്കിലോ ആ കുടുംബം വേഗം ഒരിക്കലും വേഗം അവസാനിക്കും. ലൂക്കാ 11:17 അന്തരീക്ഷത്തോട് ഭവനം നാശിക്കും, അന്തരീക്ഷത്തോട് രാജ്യവും നശിക്കും. കണ്ടോ? അതവിടെ സംഭവിക്കുന്നത്. ഇനി നാം പ്രഭാഷകൻ തന്നെ എടുക്കാൻ വേണ്ടത് ആ 26-ാം അധ്യായത്തിൽ 13 ആ 23 ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രബോധിപ്പിക്കുന്നു. അവരുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അവൻ മിതഭാഷയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. കണ്ടോ? ദൈവത്തിന്റെ ദാനമാണ്. അത് സ്വരം നാക്കൊരുതായാലോ. യാക്കോബ് 3:2 നാക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാല് ശരീരത്തെ മുഴുവൻ നിയന്ത്രിച്ച് കുടുംബം മുഴുവൻ
നിയന്ത്രിച്ചു കഴിഞ്ഞ്